പോവുകയാണ് കമൽ. 5:45 വെളിച്ചം വീണ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് കമൽ അയക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അവിടേക്ക് പോലീസും NDRFും ഒക്കെ എത്തിയിട്ടുണ്ട്. എപ്പോൾ അവർ മുണ്ടക്കൈയിലേക്ക് പുറപ്പെടും? എന്തൊക്കെ ഉപകരണങ്ങളായിരിക്കും ആദ്യം കൊണ്ടുപോവുക? മുണ്ടക്കൈയിലേക്ക് നിലവിൽ ആരും പുറപ്പെട്ടിട്ടില്ല. ഉടൻ ആളുകൾ, സൈന്യത്തിൻ്റെ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവർ ഉടൻ പുറപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും യന്ത്രസാമഗ്രികളാണ് എത്തിക്കേണ്ടത്. പക്ഷേ ഹിറ്റാച്ചിയൊക്കെ കഴിഞ്ഞ ദിവസം പുഴയിലിറങ്ങി കടന്ന് എത്തിയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ ഹിറ്റാച്ചികൾ, അതുപോലെ മരം മുറിക്കുന്ന യന്ത്രങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആകും കൂടുതലായിട്ടും എത്തിക്കുക. പ്രധാനമായും ഈ തടി മുറിച്ചു മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന മെഷീൻ വേണ്ടി വരും. പല വീടുകളുടെയും മുകളിലത്തെ സ്ലാബ് കട്ട് ചെയ്ത് വേണ്ടിവരും ഉള്ളിൽ ഇനിയും പരിശോധന നടത്തേണ്ടത്. കാരണം അത്രയും ഉയരത്തിൽ മണ്ണാണ്. ഇപ്പോൾ എൻ്റെ കൂടെ രാഗിൻ കൂടിയുണ്ട്. ഇന്നലെ രാഗിൻ മുണ്ടക്കൈയിലായിരുന്നു. എന്തായിരുന്നു, ഞാൻ ആദ്യ ദിവസമാണ് ഞാൻ പോയിരുന്നത്. ഇന്നലെ ആയപ്പോഴേക്കും പക്ഷേ നമ്മളെ വിഷ്വലിലൊക്കെ കുറേ മാറി. അവിടെ മുഴുവൻ യന്ത്രങ്ങളും തെരച്ചിലൊക്കെ ആയിട്ട്. എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ? ഇന്നലെ രാവിലെ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ആകെ ഭൂഘടനയൊക്കെ മാറിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു. അതിനുശേഷം JCBയും അതേപോലെയുള്ള സംവിധാനങ്ങളൊക്കെ വെച്ചപ്പോൾ ഒരു കണക്ടിവിറ്റി എന്ന നിലയിൽ കാര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ തെരച്ചിൽ നടത്താൻ, അതായത് പ്രദേശവാസികളടക്കം പറഞ്ഞ പോയിന്റുകളിൽ തെരച്ചിൽ നടത്തിയിട്ട് കാര്യമായിട്ടൊരു റിസൾട്ട് ഉണ്ടായിട്ടില്ല. അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, ഈ ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ ശരവേഗത്തിലാണല്ലോ ഇത് വന്നപ്പോൾ പലരും ഇതിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ടാകാം. അങ്ങനെ ഉൾപ്പെട്ടു പോയവർ ഈ ഇങ്ങോട്ടൊക്കെ, അതായത് ചൂരൽമല വില്ലേജ് ഓഫീസ് പരിസരം അതോടെ പോത്തുകല്ല് ഈ ഭാഗത്തേക്കൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ട് ഒരു ഇന്ന പോയിന്റിൽ തിരയുമ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് ഉള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതെങ്ങനെ വേണം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അല്ല, അത് ശരിയാണ്. ഇപ്പം ഇന്ന സ്ഥലത്തുണ്ടായിരുന്ന ആളെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരുപാട് ആളുകൾ ഒഴിച്ചു പോയല്ലോ. അപ്പോൾ ഈ നാട്ടുകാർ വന്ന് സ്ഥലം പറഞ്ഞാലും ആ സ്ഥലത്ത് തിരഞ്ഞ് കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമല്ല. അതെ, എളുപ്പമല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കുടുംബത്തോടു കൂടി അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള പലരും തന്നെ ഇതിൽ ഈ വിക്ടിമായി പോയി പറഞ്ഞു തരാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. എങ്കിൽ പോലും ഈ ചുറ്റുമുള്ളവരൊക്കെ പറയുന്ന സ്ഥലത്ത് ഇന്നലെ ഈ തെരച്ചിൽ കഴിഞ്ഞ് ഏതാണ്ട് പോകുന്ന ഘട്ടത്തിൽ ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഇന്ന കടമുറിക്ക് താഴെ തിരയണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി JCB അവിടെ പോയി തിരഞ്ഞു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 3 കടമുറികൾ തിരഞ്ഞു, അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം, അതായത് പ്രദേശവാസികൾ എന്ത് പറയുന്നു അതനുസരിച്ച് എല്ലാ ഭാഗങ്ങളും തിരയുന്നുണ്ട്. പക്ഷേ ഒരു റിസൾട്ട് ആയിട്ടുണ്ടാകുന്നില്ല. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഇന്ന് എങ്ങനെ വേണമെന്ന് സംബന്ധിച്ച കാര്യങ്ങൾ ഇന്ന് എന്തായാലും ഒരു വ്യക്തമായ പ്ലാനിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് ഇന്നലെ മന്ത്രിമാരൊക്കെ പറഞ്ഞ. രാത്രി യോഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാൻ ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്നലെ ഈ ചൂരൽമല ടൗണിൽ ആദ്യ ദിവസമൊക്കെ തെരച്ചിൽ നടന്നതാണ്. ഇന്നലെ ഇവിടുന്ന് ഈ കടയുടെ പുറകിൽ നിന്ന് 1-2 മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇപ്പോഴും പല സ്ഥലത്തു നിന്നും വേറെ എന്തെങ്കിലും പരിശോധന നടത്തുമ്പോഴൊക്കെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും ആ തെരച്ചിൽ ഇനിയിപ്പോൾ കൂടുതൽ ഏത് ഭാഗത്തേക്ക് വേണമെന്നൊക്കെ ഇന്നലെ ഒരു പ്ലാൻ ഉണ്ടായിട്ടുണ്ടാകും. അതനുസരിച്ചായിരിക്കും ഇന്ന് മുന്നോട്ട് പോകാൻ തോന്നുന്നു. അതെ, അത്തരത്തിലൊരു പ്ലാൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പറയുന്നതല്ലാത്ത മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് കൊണ്ട് തന്നെ ആ പോയിന്റിൽ ഉണ്ടാവില്ല. അത്തരം കാര്യങ്ങൾ നോക്കുന്നു. പിന്നെ ഇന്ന് കാലാവസ്ഥ തൽക്കാലം അനുകൂലമായി നിൽക്കുകയാണ്. ഇന്നലെ 3-3:30 ഈ തെരച്ചിൽ നിർത്തിയിരുന്നു. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള മഴ പെയ്തു. വീണ്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവിടെ നിൽക്കുന്നത് റിസ്ക്കാണ് എന്നൊക്കെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുകയുണ്ടായി. അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ തൽക്കാലം തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമുണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെ പോകുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പക്ഷേ കണക്ടിവിറ്റി സജ്ജമാണ്. ഈ കണക്ടിവിറ്റി രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി കൊണ്ട് മാത്രം ഉണ്ടാക്കിയതല്ല, മറിച്ച് ആ പ്രദേശം ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു മുണ്ടക്കൈ പാലം പോയതോടുകൂടി. അപ്പോൾ ഈ ഒരു കണക്ടിവിറ്റി വന്നതോടുകൂടി അങ്ങോട്ട് ഈസിലി ആക്സസ് എന്ന നിലയിൽ കാര്യങ്ങളുണ്ട്. വാഹനങ്ങൾക്കൊക്കെ പോകാം, ആംബുലൻസുകൾക്കൊക്കെ പോകാം. ഈ മുണ്ടക്കൈയിൽ ഇന്നലെ പോയി നിന്നപ്പോഴേ ആ മുണ്ടക്കൈ എന്ന് പറഞ്ഞൊരു ജനവാസ മേഖലയ്ക്ക് ഇനി ഒരു തിരിച്ചുവരവുണ്ടാവും. എന്താ രാഗിന് തോന്നിയത്? എനിക്ക് അതായത് അതിൻ്റെ നേരത്തെ ദൃശ്യം കാണും ഇപ്പോഴത്തെ ദൃശ്യങ്ങളും കാണുന്ന സമയത്ത് വലിയ സങ്കടമാണ് തോന്നുന്നത്. കാരണം അതിമനോഹരമായൊരു ഭൂപ്രദേശമായിരുന്നു ആ മുണ്ടക്കൈ. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ എടുത്ത ആ സ്കൂളിലെ പ്രിൻസിപ്പൾ തന്നെ പറഞ്ഞു, ഇത്രയും മനോഹരമായ പ്രദേശം, ഇത്രയും മനോഹരമായ ആളുകൾ, ഇത്രയും സ്നേഹം തുളുമ്പുന്ന ആളുകൾ വേറെ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ ട്രാൻസ്ഫർ പോലും വേണ്ട എന്ന് വെച്ച് അദ്ദേഹം നിൽക്കുക. അത്രത്തോളം ഉള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ഇന്ന് ആ ഭൂഘടന കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടമാണ് തോന്നുന്നത്. കാരണം ഇത്രയധികം വെള്ളവും ചെളിയും കല്ലും ഒക്കെ കുത്തി ഒലിച്ച് വന്ന് ആ ഘടന തന്നെ മാറിപ്പോയിരിക്കുന്നു. ഇനി അവിടെ ബാക്കി തകരാത്ത വീടുകളുണ്ടാകും. അവിടെ ആൾവാസം ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ അവിടെ താമസിക്കേണ്ടി വരും, അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്നറിയില്ല. മാത്രമല്ല ഇപ്പോൾ കാണുന്ന പ്രദേശത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഈ മണ്ണ് വലിയ ലൂസായിരിക്കുന്നു. ആ ഘടന തന്നെ മാറി കല്ലും ഒക്കെ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രദേശം ആകെ ഒരു നശിച്ചുപോയ അവസ്ഥയാണ്. മനോഹരമായൊരു ഭൂപ്രദേശം വലിയ ഒരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായി മാറിയിരിക്കുന്നൊരവസ്ഥയാണ്.
അല്ല, അതിപ്പോൾ നമ്മുടെ പഴയ ആളുകൾ ചൂരൽമലയിലൊക്കെ താമസിച്ച ആളുകൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളിനി നാടില്ല, ഞങ്ങളിനി എങ്ങനെ അവിടെ താമസിക്കും, ഞങ്ങൾക്ക് ഒരിക്കലും അവിടെ താമസിക്കാൻ കഴിയില്ല, ഇനിയിപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ വീടുകൾ ബാക്കിയുണ്ടെങ്കിലും അവിടെ താമസിക്കാൻ കഴിയില്ല എന്ന പഴയ ആളുകളൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആര്യ. എന്തായാലും ചൂരൽമലയിൽ കുറേ വീടുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. കാരണം ആ പുഴയോരത്ത് ഉള്ള വീടുകൾ, അതുപോലെ വെള്ളാർമല വില്ലേജ് ഓഫീസിന് സമീപം, വെള്ളാർമല ഹൈസ്കൂളിന് സമീപമൊക്കെയാണ് കനത്ത നാശനഷ്ടമുണ്ടായത്. പക്ഷേ അവിടെ നിന്നൊക്കെ മാറി കുന്നിൻ മുകളിലൊക്കെ ഉള്ള വീടുകൾ ഇപ്പോഴും ഉണ്ട്, അവിടെ ആളുകൾ താമസിക്കുന്നുമുണ്ട്. പക്ഷേ മുണ്ടക്കൈയെ സംബന്ധിച്ച് അങ്ങനെയല്ല. മുണ്ടക്കൈ ഏതാണ്ട് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ പുഞ്ചിരിമട്ടത്തിൻ്റെ മുകളിലൊക്കെയുള്ള ചില എസ്റ്റേറ്റ് ബംഗ്ലാവുകൾ, ചില റിസോർട്ടുകൾ ഒക്കെയാണ് അവിടെ ബാക്കിയുള്ളത്. മറ്റെല്ലാം തുടച്ച് നീക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ജനവാസ മേഖല അല്ലെങ്കിൽ ഒരു ടൗൺ ഇനി അതിനൊരു തിരിച്ചുവരവ് ഉണ്ടോ എന്ന ആശങ്ക പോലും ഈ ഘട്ടത്തിൽ ആളുകൾ, അവിടെ നിന്നൊക്കെ ബാക്കിയുള്ള ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. ഈ പ്രദേശം എന്ന് പറയുന്നത് ആര്യ പ്രധാനമായും തോട്ടമേഖലയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയ തേയില തോട്ടങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ആ തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട താമസക്കാരാണ് ഇവിടെയുള്ളതിൽ ഏതാണ്ട് ഒരു 99% എന്ന് തന്നെ പറയാം. കാരണം പണ്ട് തോട്ടങ്ങളിൽ ജോലിക്ക് വന്ന ആളുകളുടെ പിന്മുറക്കാർ പിന്നീട് ഇവിടെ സ്വന്തം സ്ഥലവും വീടുമൊക്കെയായി സെറ്റിലായി. അവർക്ക് അടുത്ത തലമുറയിലുള്ളവർ വിദേശത്ത് ഗൾഫിൽ ജോലിക്ക് പോയും അല്ലെങ്കിൽ ഇവിടെ തന്നെ മറ്റു ജോലികളൊക്കെ ചെയ്തും ജീവിതം കരിപ്പിടിച്ചവർ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ടവരാണ് ഈ രണ്ട് സ്ഥലങ്ങളിലെയും താമസക്കാർ. അതല്ലാതെ വയനാടിൻ്റെ മറ്റു മേഖലകളിലൊക്കെയുള്ള പോലെ കേരളത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ളൊരു കുടിയേറ്റം, അങ്ങനെയുള്ളൊരു കുടിയേറ്റക്കാരൊന്നും അധികം ഈ ഭാഗത്ത് ഇല്ല. പ്രധാനമായും ഈ തോട്ടങ്ങളിൽ പണ്ട് കാലത്ത് ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ തോട്ടങ്ങളിൽ ജോലിക്ക് വന്നവരുടെ പിന്മുറക്കാരാണ് ഈ പ്രദേശത്തെ താമസക്കാരിലധികം. അതിൽ കർണാടകത്തിൽ നിന്നൊക്കെ വന്ന് 2-3 തലമുറകളൊക്കെ ആയി ഏതാണ്ട് മലയാളികളൊക്കെ ആയ ആളുകൾ ഉണ്ട്. ചില പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ മലയാളികളുടെ ഇടയിൽ ഇല്ലാത്ത പേരുകളൊക്കെ ഈ മിസ്സായ ആളുകളുടെ കൂട്ടത്തിലൊക്കെ കാണും. അതൊക്കെ ഇത്തരത്തിൽ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വന്ന് ഇവിടെ തോട്ടങ്ങളിൽ ജോലി ചെയ്ത ആളുകളുടെ പിന്മുറക്കാരൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അവരൊക്കെ ഏതാണ്ട് പൂർണ്ണമായും മലയാളികളായി കഴിഞ്ഞ പോലെ തന്നെയാണ്. അത്തരത്തിൽ ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ടാണ് ആ ഹെഡ് മാസ്റ്ററുടെ വാക്കുകളൊക്കെ നേരത്തെ രാഗിൻ പറയുന്നുണ്ടായിരുന്നു, ഇത്രയും സ്നേഹമുള്ള ആളുകൾ. കാരണം അവർ അങ്ങനെ ജീവിച്ചവരാണ്. മറ്റ് പ്രത്യേകിച്ചുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആശങ്കകളോ ഇല്ല. ഇതിനു മുൻപും ചെറിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1984 മുണ്ടക്കൈയിലൊരു ഉരുൾപൊട്ടലിൽ 10-15 ജീവനുകൾ നഷ്ടപ്പെട്ടൊരു സാഹചര്യമൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുണ്ടായ ദുരന്തത്തിന് സമാനതകളില്ല ആര്യ. കാരണം പുത്തുമലയാണെങ്കിലും അതിന് മുമ്പത്തെ മുണ്ടക്കൈ ആണെങ്കിലും ഒക്കെ ഉണ്ടായതിൻ്റെ എത്രയോ ഇരട്ടി വ്യാപ്തിയുള്ള ഒരു ദുരന്തം. കാരണം ആ വെള്ളാർമല ഹൈസ്കൂളിനടുത്തുള്ള വീടുകളിലെ താമസക്കാരൊന്നും ഒരിക്കലും ഇത്തരത്തിലൊരു ആശങ്ക അവർക്കുണ്ടായിട്ടുണ്ടാകില്ല. കാരണം മുണ്ടക്കൈയിലൊക്കെ പുഞ്ചിരിമട്ടത്തൊക്കെ എപ്പോഴും ആശങ്ക ഉണ്ടാകുന്നതാണ്. വലിയ മഴ പെയ്യുമ്പോൾ ഉരുൾപൊട്ടലുണ്ടാകും, ആളുകളെ മാറ്റാറുണ്ട്. അവിടെയൊക്കെ അത്തരത്തിലുള്ള പേടി മഴ പെയ്യുമ്പോഴൊക്കെ ആളുകളുടെ മനസ്സിലുണ്ടാകും. പക്ഷേ ഈ വെള്ളാർമല ഹൈസ്കൂൾ റോഡ്, അതിൻ്റെ അങ്ങോട്ടുള്ള ഒരുപാട് വീടുകളുണ്ടായിരുന്നു ആ ഭാഗത്ത്. അതൊന്നും അങ്ങനെ എന്തെങ്കിലും ഒരു അപകട സാധ്യതയുള്ള പ്രദേശം അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊന്നും അങ്ങനെ ഒരു ആശങ്കയും ഉണ്ടായിട്ടില്ല. പുഴ പോലും അവരുടെ വീടുകളിൽ നിന്ന് കുറേ വിട്ട് സ്കൂൾ റോഡുണ്ട്, അത് കഴിഞ്ഞ് ഹൈസ്കൂൾ ഉണ്ട്, അതിൻ്റെ ഗ്രൗണ്ട്, അതിൻ്റെയും അപ്പുറത്ത് കുറേ താഴ്ന്നാണ് പുഴ ഒഴുകിയിരുന്നത്. പക്ഷേ ഈ ഉരുൾപൊട്ടലിൽ ആ പുഴ തൂർന്നു പോകുന്ന എത്രയോ അടി ഉയരത്തിൽ മണ്ണ് വന്ന് പുഴയുടെ ഉയരം, അതായത് ജലനിരപ്പ് മുകളിലേക്കായി, അടിയിലൊക്കെ മണ്ണ് വന്നടിഞ്ഞ് സ്കൂളിൻ്റെ ചുമരിൻ്റെ ലെവലിൽ അതിന് മുകളിൽ പുഴ ഒഴുകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ കരയിലേക്കും വളരെ ദൂരെ പുഴയിൽ നിന്ന് ഏറെ മാറിയുള്ള വീടുകളിലേക്കുമൊക്കെ വെള്ളത്തിൽ ഒഴുകി വന്ന പാറയും അതുപോലെ മരങ്ങളുമൊക്കെ ഇടിച്ചു കയറിയത്. അത് അത്തരത്തിൽ ഒരു ആശങ്കയുമില്ലാതെ കഴിയുന്ന പ്രദേശമായിരുന്നു. എന്താണെങ്കിലും ഇനിയും അത് ഈ ആളുകളുടെ മാനസികാവസ്ഥ നേരത്തെ ആര്യ പറഞ്ഞതുപോലെ എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല. ഈ പ്രദേശത്ത് തിരിച്ചു വന്ന് ജീവിക്കുക, അതുപോലെ തന്നെ ഇത് ബാധിക്കാത്ത വീടുകളിലുള്ളവർക്കും വലിയ ആശങ്കയാണ്. അവർ എങ്ങനെ ഈ പ്രദേശത്ത് ഇനി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ. എന്താണെങ്കിലും ഇപ്പോഴത്തെ പ്രാഥമിക പരിഗണന കാണാതായവരെ കണ്ടെത്തുക എന്നുള്ളതിന് തന്നെയാണ്. അപ്പോൾ അതിനുള്ള സന്നാഹങ്ങളാണ് ആദ്യം എന്തായാലും ഒരുക്കുന്നത്. അതിനുശേഷമാണ് പുനരധിവാസം, ഈ ബാക്കി ഈ സർവൈവേഴ്സിൻ്റെ മുന്നോട്ടുള്ള ജീവിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് പരിഗണനയ്ക്ക് വരുന്ന കാര്യങ്ങളാകും ആര്യ.